തുടരും കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയിലും മേളിലാണെന്നാണ് സിനിമ പറയുന്നത്. അല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലാലേട്ടന് പെർഫോം ചെയ്യാനുള്ള സീനുകൾ ഒരുപാടുണ്ട്. പെർഫോം ചെയ്യാനുള്ള സീനുകൾ ഒരുക്കുന്നതിൽ ആ സ്ക്രീൻ പ്ലേ വിജയിച്ചു എന്ന് പറയുന്നത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിലും ഉണ്ട്. അത് നമ്മൾ ഇത് എന്താ, അതൊരു ക്ലീശയാണ് ഈ കണ്ടുമറന്ന ലാൽഭാവങ്ങൾ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ട് അതിനെല്ലാം ഒരു സിനിമയിലേക്ക് കോർത്തിണക്കിയിട്ട് ഒരുപോലെ ഫാൻസിനെയും അതുപോലെ തന്നെ സാധാരണ പ്രേക്ഷകരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ തരുൺ മൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആക്ഷൻ രംഗങ്ങളിലാണെങ്കിലും അത് കോമഡി രംഗങ്ങളാണെങ്കിലും ചില സീനിൽ ഇമോഷണൽ അതുപോലെ തന്നെ സൈക്കോ രീതിയിൽ പോകുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഒരുപാട് ഭാവങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് ലാലേട്ടൻ കടന്നു. അപ്പോൾ ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ, ഒരു മലയാള സിനിമ ഫാൻ എന്ന രീതിയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് തുടരും. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന് ഈ ഒരു കഴിവ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങനെ ഒരു ട്രോളുകളിലൂടെ ആണെങ്കിലും പല ചർച്ചകളിലൂടെയാണ് പറയുന്നുണ്ട് നമുക്ക് ലാൽഭാവങ്ങൾ നഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഒടിയന് ശേഷം അദ്ദേഹത്തിന് ഇത് നഷ്ടമായി എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയുള്ളവർ ഈ സിനിമ കാണണം. അദ്ദേഹത്തിന് അതുപോലുള്ള ഒരു സ്ക്രീൻ പ്ലേയോ അതുപോലുള്ള കഥ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സിനിമയിൽ തെളിവ്. അദ്ദേഹം ഒരു ആക്ടറാണ്. അതായത് ഡയറക്ടർ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ലാലേട്ടന് പെർഫോം ചെയ്യാൻ പറ്റും. ഇതൊരു ലെസനാണ്. ബാക്കിയുള്ള സംവിധായകരും എഴുത്തുകാരും ഇതുപോലെ ലാലേട്ടനെ പ്രസന്റ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തരുൺ മൂർത്തിയുടെ ലാലേട്ടൻ പ്രസന്റേഷനിൽ വളരെയധികം ഹാപ്പിയാണ്. തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു ശോഭന മോഹൻലാൽ ഫാമിലി കോംബോ ഉണ്ട്. അങ്ങനെയുള്ള മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽ എന്ന് തരുൺ മൂർത്തി വിശേഷിപ്പിച്ച അങ്ങനെ ഫാൻസ് ഉണ്ടാവും. അവരെല്ലാവരും ഒരുപോലെ തൃപ്തിപ്പെടുത്തി ആ തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസും ഡയറക്ടർ പുറത്തിറങ്ങിയ റെസ്പോൺസ് കാണുമ്പോഴും നമുക്കത് മനസ്സിലായി. നമ്മൾ ഫീൽ ചെയ്ത പോലെ തന്നെ മൊത്തം ഓഡിയൻസിനും ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് തുടരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ സമീപകാലത്തുള്ള മോഹൻലാലിൻ്റെ ഭാവങ്ങളിൽ ഏറ്റവും അധികം വെറൈറ്റിയും ഏറ്റവും അധികം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തുടരും എന്ന സിനിമയിലെ ഷൺമുഖം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ഗൾബിലെ അദ്ദേഹമാണെങ്കിലും അതുപോലെ തന്നെ ബിനു പപ്പു അതുപോലുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും സൈഡ് ആക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലേക്ക് ഔട്ട് ആൻഡ് ഔട്ട് ലാൽ ഷോ ആണ്. അപ്പോൾ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലും നല്ലൊരു തിയേറ്റർ വാച്ച് കാണണമെങ്കിൽ തുടരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് തുടരും. ഈ ലാലേട്ടൻ്റെ എവർഗ്രീൻ ഹിറ്റുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അഭിനയങ്ങൾ മുഹൂർത്തങ്ങൾ കണ്ടിട്ടുണ്ട്. തുടരിൽ ലാലേട്ടൻ എന്തൊക്കെ തരത്തിലാണ് വ്യത്യസ്തമാക്കുന്നത്? അത് തുടരിൽ വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഭാവങ്ങൾ നഷ്ടമായി എന്ന് പറയുന്നിടത്ത് മോഹൻലാൽ തുടരും. അതാണ് ഈ സിനിമയുടെ വെറൈറ്റി. കാരണം ഈ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഈ പഴയ വിൻറ്റേജ് സാധനങ്ങൾ പറയുന്ന ആ സാധനം ഈ സമയത്തും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പല നടന്മാരുടെയും പ്രായം പറഞ്ഞിട്ട് ആ പ്രായത്തിലും ചെയ്യുന്നുണ്ടല്ലോ. ലാലേട്ടനും ചെറുപ്പമല്ല, ലാലേട്ടനും 65 വയസ്സായി. ആ പ്രായത്തിലും അദ്ദേഹം ഈ ഭാവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഈവൻ റൊമാൻസ് ആയിട്ട് ഭാര്യ ഭർത്താവാണെങ്കിലും അവർ തമ്മിലുള്ള റൊമാൻസ് മുതൽ കോമഡി രംഗങ്ങൾ മുതൽ ആക്ഷൻ മുതൽ അതായത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് മുതൽ ഇങ്ങനെയുള്ള പല ഭാവങ്ങൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനായാസം. കാരണം അദ്ദേഹം ഒരു ബോൺ ആക്ടറാണ്. അതായത് പഠിച്ച് ചെയ്യുന്ന ആളല്ല, പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ആക്ടറാണെന്നാണ് നമ്മൾ അറിഞ്ഞു കേട്ടത്. അത് തരുൺ മൂർത്തി അദ്ദേഹത്തെ എങ്ങനെ അവതരിപ്പിച്ചെന്നതിൽ തികച്ചും ഹാപ്പിയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ വെറൈറ്റി. പിന്നെ പല സിനിമകളായിട്ടും ഇതിൻ്റെ പല രംഗങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സാമ്യത തോന്നും. പക്ഷെ അത് ലാലേട്ടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലാലേട്ടൻ അത്രയും വെറൈറ്റി റോളുകൾ ചെയ്തുകൊണ്ട് ഇനിയൊരു പുതിയത് എന്നുള്ളത് നമ്മൾ ഇനിയും കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ എന്താണ് പുതിയെന്നുള്ളത്. ഇത് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയ അടുത്ത കാലത്ത് കാണാത്ത ലാൽഭാവങ്ങളെ അതിഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ തരുൺ മൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തുടരുമിന്റെ വിജയം. ഞാൻ തരുൺമൂർത്തിയുടെ അമ്മയാ. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി പ്രേക്ഷകർ വിലയിരുത്തട്ടെ. മകന്റെ ഒരു ഡയറക്ഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പോയി ലാലേട്ടന് എപ്പോഴും തിരിച്ചു കിട്ടി. എന്ത് തോന്നുന്നു മകന്റെ ആ ഒരു ഡയറക്ഷൻ? എനിക്ക് ഞാൻ എന്ത് പറയാനാ. അതെ 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 ആ സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് സ്ക്രീനിലെടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. എന്താ പറഞ്ഞേ പടം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെ എന്താ പറഞ്ഞേ പുള്ളി? അവൻ ഹാപ്പി ആയിരുന്നു. ടെൻഷൻ ഒന്നും ഉണ്ടായില്ല? ഇല്ല ഇല്ല ഇല്ല. ഫുൾ കോൺഫിഡൻസിലായിരുന്നു. അതെ അതെ ഓക്കെ. അല്ല അമ്മ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു പടം? അമ്മയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പലരും പറയാറില്ല ലാലേട്ടന് ഈ പറഞ്ഞ പോലെ എന്താണ് ഫേസിൽ എക്സ്പ്രഷൻ വരുന്നില്ല, അല്ലെങ്കിൽ താടി വന്നില്ലേ? അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ തരുണിനെ പോലെ അത് തിരിച്ചുകൊണ്ടുവരാൻ പറ്റി. അപ്പൊ ലാലേന്റെ പ്രശ്നമല്ലല്ലോ അത്. അല്ല മോനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ ലാലേന്റെ? നന്നായിട്ട് അമ്മേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മേ. നല്ല സിനിമയാണ് അമ്മേ. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതല്ലാതെ സെറ്റിലെ വല്ല എക്സ്പീരിയൻസും പറഞ്ഞായിരുന്നോ ലാലേന്റെ? അങ്ങനെ ഒന്നും പറയാനുള്ള സമയമൊന്നും ഇല്ല. പിന്നെ ഇന്റർവ്യൂവിലൊക്കെ കേൾക്കുന്ന ഞാൻ ചോദിച്ച സിനിമ എങ്ങനെ നന്നായിട്ടുണ്ടോ, നന്നായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹലോ, ലാലേട്ടൻ ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു. പഴയ ലാലേട്ടന്റെ ആ ഒരു വിന്റേജ് ലാലേട്ടൻ എന്താണ് സിനിമ കണ്ടിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്?
ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ട് നമുക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. തരുമൂർത്തി പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പടം എന്ന് അറിയില്ല പോയത്. എന്തായാലും ഇത് കാണിക്കാന്ന് വെച്ചാൽ തുടങ്ങാം. മോഹൻലാൽ തുടരും, അടിപൊളി. എന്നെ ഭയങ്കര ഹാപ്പി വെച്ചാൽ നേരിന് ശേഷം നമ്മളൊരു ലാലേട്ടൻ ആസ് എൻ ആക്ടർ വളരെ കുറച്ച് മൂവി സെലിബ്രേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, ആസ് എ മാസ് ഹീറോ, ആസ് എ സ്റ്റാർ എല്ലാം ഉണ്ട് മൂവ്മെന്റ്സ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ തെരുമ്പുരാനിലൊക്കെ നമ്മൾ കൂടുതലും സ്റ്റാറായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഒരു കോമൺ മാൻ എന്ന രീതിയിൽ ഒരുപാട് കണക്ട് ചെയ്യണ ഇതാണ്. ലാലേട്ടൻ്റെ മുണ്ട് മടക്കിയുള്ള അടി, ഇതൊക്കെ എങ്ങനെ പ്രേക്ഷകനെ ഇപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് 100% ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ് ഫുൾ എക്സ്പ്രഷൻസ്, തമാശ, ചാം. എനിക്ക് പല സീനിലും ഭ്രമരം, ദൃശ്യം, ഒപ്പം അങ്ങനെ കുറേ സിനിമാസ് ഫീൽ ചെയ്തു. പഴയ ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു മിസ്സിങ്, ഇപ്പം എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യണം അവർ എവിടെ പഴയ ലാലേട്ടൻ അവിടെ മിസ്സിങ്, അവിടെ കൈകൾ പോലും അഭിനയിക്കുന്നു, അതെല്ലാം ഇതിനകത്തുണ്ട്. ചില സീനിൽ സീനെന്ന് പറയുന്നില്ല, സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. പടം അത്ര അടിപൊളിയാണ്. ഞങ്ങൾ കണ്ട ചില എക്സ്പെക്ടേഷൻ ഇല്ലാത്ത രീതിയിലാണ് കണ്ടത്, അതാണ് ഫസ്റ്റ് എപ്പിസോഡ് ഗുണം. പക്ഷേ ഇപ്പം നിങ്ങൾ കാണുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടാവും, പക്ഷേ എങ്കിലും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനുള്ള സംഭവം തരുമൂർത്തി പണി വെച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചു കള്ളൻ തരുമൂർത്തി. തരുൺമുദ്ര എല്ലാ സിനിമകളിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു നല്ല ക്രാഫ്റ്റ് ഒരു മൂവി ആയിരിക്കും. സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇമോഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലാതെ വെറുതെ ഒരു മേക്കിങ്ങിലല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഇതിനകത്ത് സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്റ്റോറി നന്നായി ചെയ്തിട്ടുണ്ട്, മേക്കിംഗ് നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ ആസ് എൻ ആക്ടർ പെർഫോമൻസ്, ലാലേട്ടൻ മാത്രമല്ല ശോഭന മാമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് നൈസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ശോഭന മാമിൻ്റെ ചില നോട്ടങ്ങൾ, എക്സ്പ്രഷൻസ്, ഓവറോൾ ഒരു ആസ് എ നോർമൽ ഓഡിയൻസ്, ആസ് എ ലാലേട്ടൻ ഫാൻ ബോയ് എല്ലാം ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. സോ നിരാശപ്പെടുത്തില്ല തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ. എന്തായാലും ഇതൊന്ന് കാണാം. അതെന്തായാലും നെക്സ്റ്റ് ഒരു ഷോർട്ട് ഹിറ്റ് ആവും. തുടരും. ചേച്ചി, പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയോ? പഴയ ലാലേട്ടൻ എങ്ങും പോയിട്ടില്ലായിരുന്നു. ആ ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കഥ വന്നു, ഡയറക്ഷൻ ബെറ്ററായി, അപ്പോൾ ആ ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റി. അതേ ഉള്ളൂ. ലാലേട്ടൻ വാസ് ഓൾവേസ് ഹിയർ. നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടി നല്ല നടനെ കിട്ടുമെന്ന് പറയുന്ന പോലെ ലാലേട്ടൻ തീർച്ചയായിട്ടും സംവിധായകൻ എന്ത് പറയുന്നു അതാണ് ലാലേട്ടൻ അഭിനയിക്കുന്നതെന്ന് ലാലേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ലാലേട്ടൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ ഇതിനകത്തുണ്ട്. എല്ലാവരും ലാലേട്ടനെ മിസ് ചെയ്ത് എല്ലാവരും എവിടെയും വെയിറ്റ് ചെയ്യരുത്, നേരെ ഓടി വന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണുക. പൈറേറ്റഡ് മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, അവിടെ എവിടെ മരുന്നൊന്നും കാണരുത്, തിയേറ്ററിൽ വന്ന് കാണുക. ഇതിൻ്റെ അകത്തെ ഫൈറ്റൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ കാണണം. എൻ്റെ പൊന്നു മക്കളെ, അമ്മാതിരി ഇടിയും ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് രോമാഞ്ചം വരുന്ന ഫൈറ്റുകളാണ് ഇതിനകത്തുള്ളത്. ഈ തുടരിൽ എന്താ വ്യത്യസ്തമാക്കുന്നത് ലാലേട്ടൻ അല്ലാത്ത രീതിയിൽ? ഒരു ഇതിനകത്തെ കഥ ആണ് ഇതിനകത്തെ ഹീറോ. പിന്നെ ലാലേട്ടനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ലാലേട്ടന്റെ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എപ്പോഴും എന്താ പറയുന്നത്, വിസ്മയത്തോടെ നോക്കുന്നതാണ് ലാലേട്ടന്റെ മുഖത്തേക്ക്. അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ലാലേട്ടൻ മുഖത്തൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞവന്മാരെല്ലാം പോയി ഇത് കാണുക, അത്രേ പറയാനുള്ളൂ. പക്ക എന്റർടൈനർ. ലാലേട്ടൻ തുടരും എന്നുള്ളൊരു ടൈറ്റിൽ. ലാലേട്ടൻ തുടരും, ലാലേട്ടൻ ഇങ്ങനെ തന്നെ തുടരും. നല്ലൊരു സംവിധായകന്റെ പടങ്ങൾക്ക് ഇനിയും ലാലേട്ടൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആസ് എ ഫാൻ ഗേളോ, ലവ് യു ലാലേട്ട. ലാലേട്ടനെ അഭിനയിക്കാൻ അറിയില്ല അങ്ങനെയാണെന്ന് പറഞ്ഞ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അമ്മനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. എല്ലാരോടും പോയി തിയേറ്ററിൽ കാണാനേ പറയുന്നുള്ളൂ. ലാലേട്ടൻ എന്തെങ്കിലും ഒരു ഡയലോഗിനകത്ത് പറയുന്നുണ്ടോ? എന്തെങ്കിലും പൂമാന ദിനേശ് അങ്ങനെ എന്തെങ്കിലും? ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ പല മൂവിയിലും ലാലേട്ടൻ പറഞ്ഞ ഡയലോഗുകളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ എന്നാൽ ഏച്ചുകെട്ടലുകൾ ഒന്നും ഇല്ലാണ്ട് അത് ഇതിനകത്തേക്ക് വേണ്ടി എഴുതിയതുപോലെ ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും നല്ല രസമായിട്ടാണ് ഇത് പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ റിവ്യൂ പറയുന്നവരുടെ ഫീലിംഗ് എന്താന്ന്. ഓക്കെ, താങ്ക് യു.